രേണുസുതി കേൾക്കുവാണെങ്കിൽ രേണുസുതി കമന്റ് ഇട്ട അഭിലാഷാട്ടായും ഈ താടിയും മുടിയും വെട്ടും, അല്ലെങ്കിൽ വെട്ടില്ല. അതുപോലെ ചേച്ചിയുടെ മാനേജർ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 1.5 കൊല്ലമായിട്ട് തിളപ്പെന്ന് പറഞ്ഞ എന്റെ പൊന്നു മക്കളെ ഒരു 1.5 തിളപ്പായിരുന്നു. ഈ ഈ 1.5 കൊല്ലമായിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും രേണുസുതിയിൽ നിന്ന് ഒരു കണ്ടന്റ് പോലും കിട്ടാത്ത ഒരു ആഴ്ചകളായിരുന്നു, അല്ലെങ്കിൽ ഒരു മാസമായിരുന്നു ഈ കഴിഞ്ഞ മാസം. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല, എന്താണ് വെടിയും പടക്കവും പുറകെയും മാത്രമേ കണ്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെബീന ബീബി ആയിട്ടൊന്ന് കോർക്കുന്ന കണ്ടു. ഷെബീന ബീബി കുറച്ച് ചാറ്റും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയോ ചെക്കും ചതഞ്ഞും എടുത്തുകൊണ്ട് വരുന്ന കണ്ടു. പിന്നെ രേണുസുതിയും കണ്ടില്ല, രേണുസുതിയുടെ പടയാളികളെയും കണ്ടില്ല, കൂട്ടുകാരികളെയും കണ്ടില്ല. നാല് വഴിക്ക് ചെതറി ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് രേണുസുതി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെ ഒതുങ്ങി അങ്ങ് കാണാനേ ഇല്ല. ഇപ്പൊ എന്താണ് പ്രൊമോഷൻ ഇല്ല, കാര്യങ്ങളില്ല, രേണുസുതിയുടെ പുറകില് എന്താണ് മീഡിയാസ് ഇല്ല, ഒന്നുമില്ല. ആ മീഡിയാസ് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് അന്നത്തെ പ്രശ്നം ഉണ്ടായില്ലേ, എന്താണ് ഒരു ഡയറക്ടറുമായിട്ടുള്ള പ്രശ്നത്തില്ല, അന്ന് രേണുസുതിയെ അനുകൂലിച്ചുകൊണ്ട് ആരും വന്നിരുന്നില്ല. അന്ന് തൊട്ട് ഈ മീഡിയാസ് ഒന്നും പുറകില്ല. പിന്നെ ബൈറ്റ്സ് ഇല്ല, ഡബിൾ മീനിങ് ഇല്ല, അങ്ങനെ വന്ന് രേണുസുതി പതുക്കെ ഇങ്ങനെ ഉൾവലിഞ്ഞ് ഇങ്ങനെ ചേരയൊക്കെ പൊത്തിന്ന് ഇങ്ങനെ പൊത്തിന്ന് ഇങ്ങനെ വലിക്കുന്ന പോലെയാണ് രേണുസുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും കാണാനില്ല. അതാണ് പറയുന്ന അധികമായ അമൃതും വിഷമെന്ന്. സോ വെൽക്കം ബാക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം കാണുമ്പോൾ തന്നെയാണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, അത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കമന്റ് ആവശ്യത്തിലേറെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം നമ്മൾ കുറെ നാളായില്ലേ രേണുസുതി എടുക്കുന്ന രേണുസുതി കോണ്ടന്റ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു, രേണുസുതിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അതുപോലെ രേണുസുതിയുടെ എന്താണ് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നത്. രേണുസുതി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമുക്ക് ഫെമിലിയർ ആക്കി കഴിഞ്ഞത്. നേരത്തെയൊക്കെയും രേണുസുതി അല്ല ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത വ്യക്തി, പക്ഷെ രേണുസുതി സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോഴാണ് ഇവിടെ ഒരു ഓളം തന്നെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ഫീച്ചർ, ഇങ്ങനെ ഒരു സംഭവം എന്താണ് ഇൻസ്റ്റാ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ സാധാരണക്കാർ നമ്മളുടെ ഇടയിലോട്ടൊക്കെ അറിയാൻ തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഇതൊരു എന്താണ്ട് വലുതാണ്. ഈ മാനം വിറ്റ് ജീവിക്കുക എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ മാനം വിറ്റ് ജീവിക്കാൻ എന്തോ ലൈസൻസ് കിട്ടിയതുപോലെയാണ് ഈ കേരളത്തിൽ ഈ സ്ത്രീകൾ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. അപ്പം അതിന് കുറെ ഉദാഹരണങ്ങൾ ഇങ്ങനെ പുറകിന് വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഇത് സംഭവം നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെ തുണി ഉരിക്കാനുള്ള ഒരു ഇതാണ് നിങ്ങൾ സബ്സ്ക്രിപ്ഷനെ കാണുന്നെങ്കിൽ നിങ്ങളത് വേറൊരു സൈറ്റിൽ പോയി ചെയ്തോളൂ. ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പ് വശം. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം രേണുസുതി എന്താണ് ഇട്ട ഒരു റീൽ ഉണ്ടായിരുന്നു. സുധിച്ചേട്ടാ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഏക്കാലും ആ റീല് നിങ്ങളൊന്ന് കണ്ടുകിട്ടി വരാം. സുധിച്ചേട്ടാ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ മുമ്പ് ഇന്നലെ എടുത്തത് റിയാക്ട് ചെയ്തതാണ്. ഇത് ശരിക്കും പ്രഹസനമാണ്. ഇവക്ക് സുധിച്ചേട്ടനോടുള്ള പ്രേമവും കാര്യങ്ങളും എന്താണ് എന്റെ ഭർത്താവ് എന്നുള്ള ചിന്തയും കാര്യങ്ങളും ഒന്നുമില്ല. അത് 100-110% ഉറപ്പാണ്. അങ്ങനെ ഒരു ചിന്തയുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എന്നൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്ത് ഒരിക്കലും കാണിക്കില്ല. എന്നിട്ട് അതിന്റെ ഒരു പേര് പിന്നെ കുട്ടികളെ വളർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരു ഇതും. അത് മാത്രമല്ല, ഷെബീന ബേബിയുടെ ചാനൽ വഴി പല കാര്യങ്ങളും ഇന്ന് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചാറ്റിങ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത് കിടന്നുകൊണ്ട് മെഴുകലാണ്. പിന്നെ ഇവിടെ മുതലെടുക്കുന്ന ഒരു കരീഷ്മയുടെ പ്രൊഫൈൽ ചെയ്ത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം കരീഷ്മ എത്തരത്തിലുള്ള ഒരു ലേഡിയാണെന്ന്. അവര് ഫിനാൻഷ്യലി വളരെ എന്താണ് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തിനാണ് ഈ രേണുസുതിയുടെ മാനേജറായിട്ടൊന്നും ഇരിക്കേണ്ട യാതൊരു ആവശ്യമുള്ള ഒരു വ്യക്തിയല്ല. അപ്പം ഇതിന്റെയൊക്കെ പുറകിലും മറവിലും എന്തൊക്കെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം വാസ്തവമാണ്. പിന്നെ ഇവിടെ ഈ കാണിക്കുന്ന സുധിച്ചേട്ടൻ അങ്ങ് വിധവ കാർഡ്, അതൊക്കെ വളരെ ഫേക്ക് ആണ്. രേണുസുതിയുടെ കയ്യിൽ നിന്നും നിൽക്കത്തില്ല. രേണുസുതിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി രേണുസുതിക്ക് തിരിച്ചു വരാമായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് ഇറങ്ങിയത്. അന്നേരം ഓടിപ്പോയി പൂരപ്പറമ്പ് ഡാൻസ് കളിക്കാൻ പോയി, അവിടുന്ന് ബഹറിൻ പോയി, അവിടുന്ന് ബാർ ഡാൻസ് കളിച്ചു തുടങ്ങി. ഇപ്പൊ ഈ നിമിഷം ഇങ്ങനെ വരാൻ നിൽക്കുന്നു. പക്ഷെ ഇപ്പൊ ഇതാണ് പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അമിതമായാലും അമൃതം വിഷം അല്ലേ. ഇവളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നാക്കുളുക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിനിടയ്ക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ത്രൂ ഔട്ട് നമ്മളങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പം മനുഷ്യരല്ലേ, നമുക്കും തെറ്റൊക്കെ പറ്റാം. നിങ്ങളത് മനഃപൂർവ്വം ഒന്ന് ക്ഷമിക്കുക. നാക്കുളുക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഓക്കെ. അപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു പെണ്ണായിട്ട് രേണുസുതി തന്നെ ഒരു എന്താണ് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞു ജനങ്ങളോട്ട്, ഞാൻ ഇങ്ങനെയാണെന്ന് കൊടുത്തു കഴിഞ്ഞു. ഇനി അത് മാറ്റാനൊന്നും പറ്റത്ത പോലുമില്ല. അപ്പം ഇത് നമ്മളായിട്ട് വന്ന് എടുത്തു വെച്ച് അവരുടെ കുടുംബത്തിൽ കയറി നമ്മൾ ഒളിക്യാമറ വെച്ച് എടുത്ത് വെച്ച് പുറത്ത് വന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് രേണുസുതിയായിട്ട് തന്നെ ഓരോ തവണ കൂട്ടുകാരികളായിട്ടും അല്ലാതെ മറ്റുള്ളവരായിട്ടും എന്താണ് മാനേജറായിട്ടും അവള് തന്നെ കുറെ ആൾക്കാരെ നിർത്തി എന്താണ് ഷൂട്ട് ചെയ്തും ഒക്കെ പബ്ലിക്കിലോട്ട് ഇട്ട സാധനങ്ങളാണ് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. രേണുസുതിയെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ അറിയാം. അതൊന്നും നമ്മൾ ഈ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുന്നില്ലല്ലോ. അതൊക്കെ നമ്മുടെ ഒരു ഔദാര്യമാണ്. അതുപോലെ അതിന്റെ ആവശ്യമില്ല. പബ്ലിക്കിൽ എന്ത് വരുന്നു അത് പറയേണ്ട ആവശ്യകതയെ നമുക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഹനാൻ പറഞ്ഞ വിഷയങ്ങള്. ഇപ്പം എന്താണ് അതിനൊന്നും മിണ്ടാട്ടമില്ല. അതൊക്കെ വായും പൂട്ടിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഷെബീന ബീബിക്ക് എത്ര വലിയൊരു അലിഗേഷൻ ആണ് പറഞ്ഞത്. ഒരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഷെബീന ബീബി കൊണ്ടുവച്ചത്. അതിനൊന്നും മറുപടിയില്ല. അപ്പം എന്തുകൊണ്ടാണ് അറിയത്തില്ല, ഷെബീന ബീബിയുടെ ഒരു ചാറ്റും കാര്യങ്ങളും കുറെ അധികം കാര്യങ്ങളും വന്നതോടെ അടക്കമായി എന്ന് പറയാം. ചോദിച്ചു വാങ്ങിച്ചു, കിട്ടിയോ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചിട്ട് ഇപ്പം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പൊത്തിനകത്ത് കയറി ഇരിപ്പുണ്ട്. ഇതാണ് പറയുന്നത്, അധികം നെഗളിക്കരുത്. നമ്മുടെ കയ്യിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ, അത് നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ, നമ്മുടെ പാസ്റ്റ് നമുക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അത്ര ശക്തരാണെങ്കിൽ നമ്മൾ ചൊറിയാൻ പോവരുത്. പോട്ടെ, അത് നമ്മളങ്ങ് മിണ്ടാതിരുന്നു പോകണം. അതാണ് മിക്ക സിനിമ നടിമാരൊക്കെ ആണെങ്കിലും ചിലവരൊക്കെ എന്താണ് കുറച്ച് എന്തെങ്കിലും അലിഗേഷൻ കേൾക്കുമ്പോഴത്തേക്ക് അവർ അതിന് റെസ്പോണ്ട് ചെയ്ത് വരാറില്ല. കാരണം അവർക്കറിയാം അതിനകത്ത് ഇനി ചൊറിഞ്ഞ് മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാറുമെന്ന്. പക്ഷെ രേണുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. നാറും എന്റെ ഫാസ്റ്റ് ഇങ്ങനെയൊക്കെയാന്ന് അറിഞ്ഞു വെച്ചിട്ടും അവൾ ചുമ്മാ ചെന്നിട്ട് ഇങ്ങനെ വള്ളി പിടിച്ച് അതിലേ പോകുന്ന ഇതാണെങ്കിൽ ഏണി വെച്ച് കൊളുത്തിയിട്ട് വലിച്ചു പിടിച്ച് ഇത് എന്റെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ വരും. അതൊക്കെയാണ് ഇവിടുത്തെ വാസം. പിന്നെ നമുക്ക് ആ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുമ്പ് ഒരു ബിഗ് ബോസ് താരം ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വളരെ ഒരു ലീഡിങ് ആയിട്ട്, അത് വരുന്ന തലമുറയ്ക്ക് ഒരു മോശം ഒരു കൾച്ചറാണ് ഈ സബ്സ്ക്രിപ്ഷൻ വഴി കൊണ്ടിരുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യ തന്നെ ബാൻ ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ വരുന്ന തലമുറയുടെ എന്താണ് അവരുടെ ഫ്യൂച്ചർ പോകും, അവരുടെ സംസ്കാരം എല്ലാം നശിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവമായിട്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം വരുന്നത്. സാധാരണ നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് കാശിന് വേണ്ടിയിട്ട് മാത്രം എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് അതൊക്കെ വളരെ മോശമാണ്. അത് ഈ ഇൻസ്റ്റാ ഫീൽഡിൽ തന്നെ എടുത്ത് മാറ്റണം. അതിന് വേറെ സൈറ്റുകൾ ഉണ്ടല്ലോടെ, ആ സൈറ്റിൽ കൊണ്ടുവരണം. അപ്പൊ ഇന്ന് കേട്ട് നോക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. കുറച്ച് പേരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്, സോറി, അതിൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തിരക്കുകൾ കാരണമാണ് എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ ഇത് ആ കാര്യമല്ല പറയുന്നത്, ഇത് വേറൊരു കാര്യമാണ്. 399 ആണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ, അങ്ങനെയൊക്കെ കാണിച്ചു തരാനും തുടങ്ങി. പിന്നെ ഞാൻ എന്തിനാ ഈ തുടങ്ങിയിരിക്കുന്നത്? ഇനിയിപ്പോൾ എത്ര വലിയ എന്തോന്നാടേ ഇവര് പറഞ്ഞ ഓൺലൈൻ വ്യഭിചാരമോ? അപ്പൊ പറയാണ്, കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും 399 മുടക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരും, പേഴ്സണലായിട്ട് ഒന്ന് അയച്ചു തരും ചോദിച്ചാൽ ഞാൻ എന്തിനാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ എന്താണ് മോശം ഒരു നെഗറ്റീവ് ബേസ് നമ്മൾ ഇത് മനസ്സിലാക്കണം. ഈ ഒരു ഇൻസ്റ്റാ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരു നമുക്കൊരു സംഭവം തരുമ്പം നമുക്ക് മണി ഏൺ ചെയ്യാൻ, അത് സബ്സ്ക്രിപ്ഷൻ തന്നെ ഈ അപരാധം കാണിക്കാനുള്ള ഒരു ഫീൽഡാണ്. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഈ കേരളത്തിലെ പെണ്ണുങ്ങളാണ് ഇത് മാത്രം താഴ്ത്തി കെട്ടിയത്. അത് ഇവിടെ അത്രമാത്രം ഞരമ്പ് രോഗികൾ ഉള്ളത് കൊണ്ടാണ്. ഇത് കണ്ടിട്ട് കുറെ ഫ്രസ്ട്രേഷൻ അടക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കഴപ്പണം കെട്ടന്മാരുള്ളത് കൊണ്ടാണ് ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നത്. ക്ഷമിക്കണം, ഞാൻ മോശം ലാംഗ്വേജ് ഉപയോഗിച്ചില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാതിരിക്കുന്നത്? ഇങ്ങനെ കുറെ ഇത് പബ്ലിക്കായിട്ട് വന്നിട്ട് അതിന് വേണം ഒരു എന്തുമാത്രം ചങ്കൂറ്റം വേണം ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം, എന്റെ സംഭവം കാണിച്ചു തരാം, 399 മുടക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് വശം നിങ്ങൾ ആലോചിക്കുക. എങ്ങോട്ടാണ് ഈ കൾച്ചർ പോകുന്നത്? ഈ പല കുട്ടികളിലോട്ട് ഇത് ഇൻഫ്ലുവൻസ് ആവുകയാണ്. അപ്പൊ വെരി ബാഡ് കൾച്ചർ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനൊക്കെ ഒരേ ഒരു കാരണക്കാരി രേണുസുതിയാണ്. ഇവള് കാരണമാണ് ഇത്ര ഇത് കാരണം നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ ഇത്രയധികം നമ്മുടെ ഫീൽഡിലോട്ട് വരുന്നില്ല. കാരണം അവരുടെ പ്രൊഫൈലിൽ ഇടുന്ന വീഡിയോ മാത്രമേ വരുള്ളൂ. അതേസമയം രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയല്ല. രേണുസുതിക്ക് ചുറ്റും 8-10 മീഡിയാസ് ഉണ്ട്. അവരിങ്ങനെ കണ്ടിന്യൂസ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എത്ര തവണ ബ്ലോക്ക് ആക്കാൻ പറ്റും, ഏതൊക്കെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കാൻ പറ്റും? അപ്പൊ ഇതിങ്ങനെ ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങിയാണ് ഇത്രയും ഒരു ഇതായത്. അപ്പൊ നെഗറ്റീവ് കിട്ടി ഇപ്പം നമുക്കും കൂടെ ഒരുമാതിരി ഒരു സംഭവം സെറ്റപ്പ് ആയിട്ടാണ് ഇപ്പൊ ഇതിവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ രേണുസുതി എന്ന് പറയുന്ന ഒരു സാധനം ഒരു ചെറിയ മീൻ എന്ന് പോലെ ഒരു വമ്പൻ സ്രാവ് തന്നെയാണ്. അപ്പൊ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് സബ്ജക്ട്. വേറെ എന്തൊക്കെയൊക്കെ പറയണമെന്നുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത് മതി. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത ഒരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.